നമസ്കാരം. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ കത്തിൽ ഒരു CPM നേതാക്കളും ഇതുവരെ മറുപടി പറയാത്തതിൽ വിമർശനമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുള്ളത്. അദ്ദേഹവും മറുപടി പറഞ്ഞിട്ടില്ല. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തെന്നാണ് ആരോപണം. ഹവാലയും റിവേഴ്സ് ഹവാലയുമുണ്ട്. ചെന്നൈയിൽ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്ന് പണം എത്തിച്ച് അതേ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും CPM നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായിട്ടാണ് ആരോപണം. അത്തരത്തിൽ പണം കിട്ടിയിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. തോമസ് ഐസക് മാത്രമാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളൊന്നും കത്തിലില്ല. ജപ്തിയിൽ ഇടപെട്ടത് വലിയ തെറ്റല്ല. എന്നാൽ ബാക്കിയുള്ളവർക്കെതിരെ ഈ ആരോപണമല്ലെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന ആരോപണ വിധേയരായ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം എന്താണ് അയാളുടെ റോൾ. മുഖ്യമന്ത്രി ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോൾ അയാൾ ഒപ്പമുണ്ടായിരുന്നു. അവിടെയും അയാളുടെ പ്രസക്തി എന്തായിരുന്നു? പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പ്രസക്തി എന്താണ്? ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ച CPM നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ പണം അയച്ചത് എന്തിനാണ്? പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഒരു അവതാരമാണ്. ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അവതാരങ്ങളുടെ പേരുകൾ വിരലിലെണ്ണാനാകില്ല. നിരവധി പേരുണ്ട്. അതിലേറ്റവും അവസാനം വന്നിരിക്കുന്ന ആളാണ് രാജേഷ് കൃഷ്ണയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണം രാജേഷ് കൃഷ്ണ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അയാൾ എങ്ങനെയാണ് പ്രതിനിധിയായത്? എന്തുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്? അപ്പോൾ ഷംഷാദ് പറയുന്ന കത്തിലെ കുറേ ഭാഗങ്ങൾ ശരിയാണല്ലോ. പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി മധുരയിലെത്തുകയും അവിടെ താമസിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് പുറത്തായി. അതിൻ്റെ പേരിലാണ് രാജേഷ് കൃഷ്ണ ഡൽഹി കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിലാണ് ഈ കത്ത് ഹാജരാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ കത്ത് ആധികാരിക രേഖയായത്. ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട്. ആരെ രക്ഷിക്കാനാണ് കത്ത് പുറത്തുവിട്ടത് എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. കത്ത് നേരത്തെ പ്രചരിച്ചതാണെന്ന് വാർത്ത നൽകിയ ദേശാഭിമാനി പത്രത്തെ ഷംഷാദ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കത്തിൻ്റെ കവർ പേജ് മാത്രമാണ് നേരത്തെ പുറത്തു വന്നതെന്നാണ് അയാൾ പറയുന്നത്. ഇപ്പോഴാണ് ഡൽഹിയിലെ കേസുമായി ബന്ധപ്പെട്ട് കത്ത് ആധികാരിക രേഖയായത്. ആരോപണ വിധേയനാണ് കത്ത് ഹാജരാക്കിയിരിക്കുന്നത്. അതോടെ കത്തിന് വിശ്വാസ്യത വന്നു. എന്നിട്ടും കത്തിൽ ആരോപണ വിധേയരായവർ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. CPM നേതാക്കൾ മറുപടി പറയാത്തത് കൊണ്ടാണ് കത്തിൻ്റെ വിശ്വാസ്യത കൂടുന്നത്. സർക്കാർ പദ്ധതികളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഷംഷാദ് ആരോപിക്കുന്നത്. ഒരു പരിപാടിക്ക് രാജേഷ് കൃഷ്ണ 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തെന്ന് മേഴ്സിക്കുട്ടിയമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അയാൾ 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തത്? കേരളത്തിൽ നടപ്പാക്കുന്ന പ്രൊജക്ടുകളുടെ ഇടനിലക്കാരനാണോ ഇയാൾ? സാമ്പത്തിക ഇടപാട് ആരും നിഷേധിച്ചിട്ടില്ല. CPM-കാർക്ക് പണം അയച്ചു കൊടുക്കലാണോ ലണ്ടനിൽ ജോലി ചെയ്യുന്ന SFI-കാരനായ രാജേഷ് കൃഷ്ണയുടെ പണിയെന്നും അദ്ദേഹം ചോദിച്ചു. എല്ലാ CPM നേതാക്കളുമായും രാജേഷ് കൃഷ്ണയ്ക്ക് ബന്ധമുണ്ട്. ബന്ധത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ സാമ്പത്തിക കുറ്റകൃത്യമാകുന്ന ഇടപാടുകൾ നടന്നതാണ് പ്രശ്നം. കൂടാതെ സംസ്ഥാനത്തിൻ്റെ പദ്ധതികളിലും ഇടപെട്ടിട്ടുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ രാജേഷ് കൃഷ്ണ എന്തിനാണ് പണം അയക്കുന്നത്? കിങ്ഡം സെക്യൂരിറ്റി സർവീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നൽകിയിട്ടില്ലെന്ന് രാജേഷ് കൃഷ്ണയോ പണം നൽകിയിട്ടില്ലെന്ന് CPM നേതാക്കളോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അതാണ് പ്രധാന ആരോപണം. ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലെന്നും അവർ പറയട്ടെ. ക്രിമിനൽ കേസുള്ള പ്രതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യതയില്ലെങ്കിൽ സരിത സോളാർ കേസിലെ പരാതിക്കാരിയുടെ വിശ്വാസ്യത എന്തായിരുന്നു? അവരുടെ കയ്യിൽ നിന്ന് കത്ത് എഴുതി വാങ്ങി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ആളാണ് പിണറായി വിജയൻ. അതൊന്നും കൈരളിക്കാർ പറയിപ്പിക്കരുതെന്നും സതീശൻ പറഞ്ഞു.